ഹായ് മനോജുള്ള ഇത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ സിംപ്ലിഫൈഡ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആം, ഇന്ന് രാവിലെ ആന്റണി മാധ്യമങ്ങളെ കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു. അതായത് കെ കരുണാകരന്റെ പ്രതാപകാലത്ത് പോലും ഇത്രയും എം എൽ എമാരുടെ സപ്പോർട്ട് ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടില്ല മുഖ്യമന്ത്രിയാവാൻ. അത്രയും സപ്പോർട്ടുള്ള കെ സി വേണുഗോപാല് ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നു കെ സി വേണുഗോപാലാവുന്നു. എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാൽ നമ്മളെ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോഴും ഇല്ലാത്തത്? നമുക്ക് സ്ട്രീറ്റിൽ നടന്ന കാര്യങ്ങൾ നമുക്കറിയാം, പി ഡി സതീഷിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രീറ്റിൽ നടന്ന പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഉം, ഈ ബിഹൈൻഡ് ദ ക്ലോസ് ഡോർസ് ദാറ്റ് മാറ്റർ എന്താണ് ആക്ച്വലി സംഭവിച്ചത്? യു ഹവ് കവേർഡ് കോൺഗ്രസ് ഫോർ ദ ലാസ്റ്റ് നിയർലി 2 decades. പ്ലീസ് ടെൽ us. കോൺഗ്രസിന്റെ ഒരു സംഘടനാ രീതി നമുക്കെല്ലാം അറിയാം. ഒരു ഇലക്ഷന് പോകുന്നതിന് മുമ്പ് ആ സ്റ്റേറ്റിലെ ഏത് സീനിയർ കോൺഗ്രസ് നേതാവിനോട് നമ്മൾ ചോദിച്ചാലും ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി, ഒരു 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 സ്ഥിരം ലൈൻ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും പറയാറുണ്ട്. അത് MLA മാർ തീരുമാനിക്കും, ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇങ്ങനെ ഒരു ചീഫ് മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഒരു ഇലക്ഷന് നേരിടുന്ന ഒരു രീതി കോൺഗ്രസിനില്ല. അതൊരു 2017 പഞ്ചാബിൽ ഒരു ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആയിരിക്കും ആ ഒരു റൂളിനൊരു അപവാദം. അന്ന് ഈ ഐപാക്കും പ്രശാന്ത് കിഷോറും എല്ലാം അമരീന്ദർ സിംഗിന്റെ ഒരു ക്യാമ്പയിന് ചുക്കാൻ പിടിച്ചിരുന്നുകൊണ്ട് അവരുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്ട് ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഒരു സംഘടനാ രീതി എന്ന് പറയുന്നത് ഇലക്ഷന് ശേഷം CLP കൂടുന്നു, ഒബ്സർവർമാർ പോകുന്നു, MLA മാരെ കാണുന്നു, CLP ഒരു 1 ലൈൻ സ്റ്റാൻഡേർഡ് റെസൊല്യൂഷൻ ഓത്തറൈസിങ് ദ കോൺഗ്രസ് പ്രസിഡന്റ് ടു ടേക്ക് ദ ഡിസിഷൻ എന്ന് പാസ്സാക്കുന്നു. അത് തന്നെയാണ് കേരളത്തിലും സംഭവിച്ചത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ MLA മാരുടെ ഒരു ഒപ്പീനിയനാണ് കോൺഗ്രസ് ഒരു ഫാക്ടറായിട്ട് ചീഫ് മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റിന്റെ ഒരു ഡിസിഷന് ഫാക്ടർ ആയിരുന്നത് ഈ MLA മാരുടെ ഒരു ഇതാണ്. കാരണം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മധ്യപ്രദേശില് ഒരു എക്സാമ്പിൾ, കേരളത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു എക്സാമ്പിൾ മധ്യപ്രദേശ് ആയിരുന്നു 2018. കാരണം കമൽനാഥ് MLA അല്ലായിരുന്നു, അദ്ദേഹം ചിന്ദ്വാരയിൽ നിന്ന് ലോക്സഭ MP ആയിരുന്നു. അപ്പോ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കി. കാരണം ജ്യോതിരാദിത്യ സിന്ധ്യ ആവാതിരിക്കാൻ അന്ന് കമൽനാഥും ദിഗ്വിജയ് സിംഗ് ഫാക്ഷൻസും കെയിം ടുഗദർ. MLA മാരുടെ ഭൂരിപക്ഷം ഈ 2 സീനിയർ നേതാക്കൾക്കുമായിരുന്നു. ഒരാള് മുൻ മുഖ്യമന്ത്രി, PCC പ്രസിഡന്റ്, കമൽനാഥ് വർഷങ്ങളായി ചിന്ദ്വാരയിൽ നിന്ന് MP. അപ്പോ അതിലും ഒരു MP-യെ MLA അല്ലാത്ത ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചപ്പോഴും ഒരു CLP-യിലെ ഒരു മെജോറിറ്റി അതായിരുന്നു ഒരു ഫാക്ട്. അതേപോലെ തന്നെയായിരുന്നു അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റുമായിട്ടുള്ള ഒരു വടംവലി നടന്നപ്പോഴും അശോക് ഗെഹ്ലോട്ടിനായിരുന്നു CLP-യിലെ മുൻകൈ. ഛത്തീസ്ഗഡില് ഭൂപേഷ് ബഘേലും TS സിംഗ്ദേവും ഹൈക്കമാൻഡിന് താല്പര്യമുണ്ടെന്ന് കരുതിയിരുന്ന ഒരു താമർധ്വജ് സാഹു, അന്നത്തെ ഒരു OBC ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുമായിരുന്ന ഒരു 3 പേരുടെ ഇടയിലായിരുന്നു അന്ന് അവിടെ ഒരു ടസിൽ. അതില് താമർധ്വജ് സാഹുവിനെ എഡ്ജ് ഔട്ട് ചെയ്യാൻ വേണ്ടി ബഘേലും TS സിംഗ്ദേവും യോജിക്കുകയും രാഹുൽ ഗാന്ധിയോട് ഒരു പ്രപ്പോസൽ 2.5 വർഷം എന്നുള്ള പ്രപ്പോസൽ കൊടുക്കുകയും അങ്ങനെ ബഘേൽ മുഖ്യമന്ത്രി ആവുകയൊക്കെ ആയിരുന്നു. ഇതേ രീതി തന്നെയായിരുന്നു കർണാടകയിലും. സിദ്ധരാമയ്ക്കായിരുന്നു മെജോറിറ്റി. പക്ഷേ DK ശിവകുമാറിനെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഡെപ്യൂട്ടി CM ആക്കി. അങ്ങനെ അപ്പൊ ഈ ഒരു പ്രോസസ്സ് ആണ് കേരളത്തിലും ഫോളോ ചെയ്തത്. 2-3 ചെറിയ മാറ്റങ്ങളാണ്. ഒന്ന്, ഈ 63-ൽ 46 എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറയുന്നത്. 46 പേരുടെ പിന്തുണ വേണുഗോപാലിനാണ്, KC വേണുഗോപാലിന്. ഒരു 9 പേര് സതീശനും 5-6 പേര് രമേശനും. ഇതിൽ തന്നെ ഒരു 10ഓളം പേര് ഞങ്ങളൊരു പേര് പറയുന്നുണ്ട് എങ്കിലും ഹൈക്കമാൻഡിന്റെ തീരുമാനം ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണ് എന്ന് പറയുന്നു. അപ്പോ എല്ലാരും പ്രതീക്ഷിച്ചിരുന്നത്, KCയും പ്രതീക്ഷിച്ചിരുന്നത്, എനിക്ക് തോന്നുന്നു ഇത് തന്നെയായിരിക്കും ഒരു ഫാക്ടർ. മുഖ്യമന്ത്രി പദം അടുത്തെത്തി, എളുപ്പമായി കാര്യങ്ങൾ. അപ്പൊ ഇതില് ചെറിയ പ്രശ്നങ്ങൾ പറ്റിയത്, ഒന്ന്, കോൺഗ്രസ് ഈ ഇലക്ഷന് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു പോളിസി ഡിസിഷൻ എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുത്തിരുന്നു. അതായത് MP-മാരും മത്സരിക്കേണ്ടതില്ല. കാരണം 4-5 MP-മാർ റെഡി ആയിരിക്കുകയായിരുന്നു മത്സരിക്കാൻ വേണ്ടി. കാരണം ഇവിടെ പ്രത്യേകിച്ച് നാഷണൽ ലെവലില് ഒരു ഓപ്പോസിഷൻ കോൺഗ്രസ് MP എന്ന് പറയുന്നതിലുപരി കേരളത്തിലൊരു മന്ത്രിയൊക്കെ ആവാം, അങ്ങനെ ഒരു താല്പര്യങ്ങളൊക്കെ കാണുമായിരുന്നിരിക്കും. അപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. അപ്പൊ ഈ തീരുമാനത്തിന് ശേഷം ഒബ്സർവർമാർ പോകുമ്പോഴോ അതിനു മുമ്പോ ഹൈക്കമാൻഡ് ഒരു ചെറിയൊരു സിഗ്നൽ കൊടുത്തിരുന്നെങ്കിൽ ഇതായിരുന്നു തീരുമാനം. അപ്പൊ ഇനി അടുത്ത മുഖ്യമന്ത്രി ഈ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിന്ന് ഒരാളായിരിക്കും
എന്നൊരു സിഗ്നൽ കൊടുത്തിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഒബ്സർവർമാര് അജയ് മാക്കനും മുകുൾ വാസ്നിക്കും അവിടെ എത്തിയപ്പോൾ MLA-മാർ ഈ പേരുകൾ പറയുമ്പോൾ ഇല്ല, ഇത് MLA-മാരിൽ ഒന്നും ഒരാൾ മതി, ബാക്കി തീരുമാനം നിങ്ങൾ ഹൈക്കമാൻഡിന് വിടൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഇത്രയും വലിയൊരു കോംപ്ലിക്കേഷനിലോട്ട് പോയില്ലായിരുന്നു. അപ്പൊ ഹൈക്കമാൻഡ് ഇൻ എ വേ എനിക്ക് തോന്നുന്നത് ദേ അലൗഡ് വേണുഗോപാൽ ടു എൻ്റർ ദ റേസ്. അത് കഴിഞ്ഞു. ഇത്രയും വലിയൊരു പുഷ് ബാക്ക്, കാരണം ഇനിഷ്യലി ഒരു ഹൈക്കമാൻഡ് പിന്നെ ഞാൻ പ്രധാന കാരണം തിങ്കളാഴ്ച മെയ് 4 റിസൾട്ട് വരുന്നു, CLP മീറ്റിംഗ് നടക്കുന്നു. ഇതിനിടയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇവിടെ ഈ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ തിരക്കിലായിരുന്നു. തമിഴ്നാട്ടിൽ എന്ത്, കാരണം 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് എന്തായാലും ഭരണത്തിൽ ഉണ്ട്, കേരളവും ഉൾപ്പെടെ. ഒരു സംസ്ഥാനത്തിലും കൂടെ ഭരണത്തിൽ പങ്കാളികളാവുകയാണെങ്കിൽ അതും 1967 ശേഷം ഒരു മന്ത്രി അല്ലെങ്കിൽ 2 മന്ത്രിമാർ വരികയാണെങ്കിൽ അത് സൗത്ത് ഇന്ത്യയിൽ ഒരു കംപ്ലീറ്റ് ഡോമിനേഷൻ എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ അതിന് തിങ്കളാഴ്ച മെയ് 4 റിസൾട്ട് വരുന്നു. ചൊവ്വാഴ്ച തന്നെ ഇവിടെ നേതാക്കന്മാർ അതിനൊരു കൂടിക്കാഴ്ച എല്ലാം നടത്തുന്നു. ഈ തീരുമാനം അറിയിക്കുന്നു, സ്റ്റേറ്റ് ലീഡർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ രാഹുൽ വിജയുടെ സ്വെയറിംഗ് ഇൻ ആയിട്ടും പോകുന്നു. അപ്പൊ ആ ഒരു 4-5 ദിവസം ഹൈക്കമാൻഡിന്റെ ഒരു മൈൻഡിൽ എനിക്ക് തോന്നുന്നു പ്രയോറിറ്റി തമിഴ്നാടായിരുന്നു. കാരണം കേരളത്തിൽ ഇത്ര വലിയൊരു ഇഷ്യൂ ഇല്ലല്ലോ, ജയിച്ചു, വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു, മിന്നുന്ന വിജയം. പക്ഷെ ആ ഒരു ഡിലേ, എസ്പെഷ്യലി ആഫ്റ്റർ ഇറ്റ് കെയിം ഔട്ട് ദാറ്റ് വേണുഗോപാൽ ഹാസ് ദ സപ്പോർട്ട് ഓഫ് മെജോറിറ്റി ഓഫ് ദ MPs. ആ ഒരു മുകുൾ വാസ്നികിന്റെ കയ്യിലിരിക്കുന്ന ആ പേപ്പറും ഇതെല്ലാം പടം അടിച്ചു വരുന്നു പത്രങ്ങളിൽ. അപ്പോ ദെൻ ബിക്കെയിം ദ റിയൽ പുഷ് ബാക്ക്. അപ്പോ എനിക്ക് തോന്നുന്ന ഒരു ഇനീഷ്യൽ അസസ്മെന്റ് ഹൈക്കമാൻഡിന്റെ, ഞാൻ ആ സമയത്തെല്ലാം സംസാരിച്ച നേതാക്കന്മാരെല്ലാരും പറഞ്ഞത്, കാരണം ഈ കോൺഗ്രസിലെ സീനിയർ നേതാക്കന്മാർ എന്ന് പറയുന്നത് ഈ ഒരു വടംവലിയൊന്നും ആദ്യമായിട്ട് കാണുന്നതല്ലോ. പല സംസ്ഥാനങ്ങളിലും പല നേതാക്കളും പല തരത്തിലുള്ള പ്രഷർ ടാക്ടിക്സും അപ്ലൈ ചെയ്ത് അതിനെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അത് പ്രഷർ വരുമ്പോ അതിനെ എങ്ങനെ ചെറുക്കാം എന്നുള്ള രീതിയിലാണ്. കാരണം they will never give in to pressure എന്നുള്ളതാണ് ഒരു ഹൈക്കമാൻഡിന്റെ ഡിഫോൾട്ട് സെറ്റിംഗ്. അപ്പോ നേതാക്കന്മാർ ആ സമയത്ത് എല്ലാം പറഞ്ഞിരുന്നു, ഇതെല്ലാം എല്ലാ സമയങ്ങളിലും നടക്കുന്നതാണ്, ഇതൊന്നും വലിയ പ്രശ്നമല്ല, ഈ പോസ്റ്ററും ബാനറും പ്രൊട്ടസ്റ്റും ഇതെല്ലാം പാർട്ട് ഓഫ് ദ പ്രഷർ ടാക്ടിക്സ്, അത് എഞ്ചിനീയർഡ് ആണ് അല്ലെങ്കിൽ ഓർക്കസ്ട്രേറ്റഡ് ആണ് എന്നുള്ള ഒരു ലൈനിലായിരുന്നു അവരുടെ ഒരു റീഡിങ്. ഒരുപാട് എനിക്ക് തോന്നുന്നു അതായിരിക്കും കേരളത്തിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകളും. ഒഫീഷ്യലി KPCC, ഇൻഫോർമലി. അതിൽ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പക്ഷേ ഇതൊരു ഇവര് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു നോവൽറ്റി ഫാക്ടർ ഇവിടെ പ്ലേ ഔട്ട് ചെയ്തു. കാരണം ഈ കോൺഗ്രസ് കേരളത്തിൽ 10 വർഷമായിട്ട് ഭരണത്തിലില്ലല്ലോ. ഇപ്പം ഒരു വലിയൊരു ഓഡിയൻസിന് ഈ വടംവലി കണ്ടിട്ടില്ലാത്തൊരു ഓഡിയൻസ് ഉണ്ട്, പ്രത്യേകിച്ചും. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതൊരു നോവൽറ്റി ആയിരുന്നു. ഇത്രയും ഭൂരിപക്ഷം കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഈ വടംവലി എന്നുള്ളത്. ഓഫ് കോഴ്സ് നാഷണൽ ലീഡർഷിപ്പിന് അത് ഇതല്ല. പക്ഷെ ഇത് ഞാൻ നോക്കുന്ന സമയത്ത് മെയ് 4 ശേഷം, ഇപ്പൊ മെയ് 4 ഞാൻ VD സതീശനെ കാണാൻ വേണ്ടി അവിടെ തിരുവനന്തപുരത്ത് പോയി. മെയ് 4, 5 എല്ലാം അവിടെ ഉണ്ടായിരുന്നു. 5-ാം തീയതി അദ്ദേഹം ഇന്റർവ്യൂ തരാന്നുള്ള ലൈനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഒരു മെയ് 5 പെട്ടെന്ന് സീന് മാറുന്നു. അദ്ദേഹം ഉച്ചയാകുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്തിരിക്കുന്നു. എറണാകുളത്ത് വലിയൊരു സ്വീകരണം, അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയോ അല്ലാതെയോ അദ്ദേഹം ഓർക്കസ്ട്രേറ്റ് ചെയ്തതാണോ അതോ അദ്ദേഹത്തിന് അനുയായികൾ ഓർക്കസ്ട്രേറ്റ് ചെയ്തതാണോ എന്നുള്ള ചോദ്യം, വലിയൊരു സ്വീകരണം എറണാകുളത്ത് ലഭിക്കുന്നു. പിന്നെ ബാക്ക് ടു ബാക്ക് എറണാകുളത്ത് ബേസ് ചെയ്തിട്ടുള്ള സ്വീകരണങ്ങള്. അപ്പൊ എനിക്ക് ഒരു ഡ്രാമയായിട്ട് ഇതങ്ങ് മാറി ഒരു ഒറ്റ ദിവസം കൊണ്ട്. പിന്നെ ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു നാടകമായിട്ട് ഇതിങ്ങനെ അങ്ങ് നീണ്ടു വലിഞ്ഞു പോയി. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട നടന്മാരും നടിമാരും ഒക്കെ ആരൊക്കെയാണ് KC വേണുഗോപാലിന് വേണ്ടിയും VD സതീഷിന് വേണ്ടിയും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും ബാറ്റ് ചെയ്തിട്ടുള്ളത്? എസ്പെഷ്യലി ഈ പറയുന്ന ലീഗ് പോലെയുള്ള അലയൻസ് പാർട്ട്നേഴ്സിന്റെ ഒരു റോൾ എന്തായിരുന്നു? അവരുടെ ഒരു ഒപ്പീനിയൻ ആരെടുത്താണ് ഇവർ ചോദിച്ചത്? എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? KCക്ക് കേരളത്തിലെ സംഘടനയിലുള്ള ഇൻഫ്ലുവൻസ്, അതർ വേർഡ്സ് കേരളത്തിലെ കോൺഗ്രസ് സംഘടന കംപ്ലീറ്റ് ആയിട്ട് KC വേണുഗോപാലിന്റെ കയ്യിൽ തന്നെയാണ്. അത് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആയാലും വർക്കിംഗ് പ്രസിഡന്റുമാരായ വിഷ്ണുനാഥും ഷാഫിയും ഇതെല്ലാം ഒരു KC ഹാൻഡ് പിക്ക് ചെയ്ത ആൾക്കാരാണ്. MLA-മാരിലും ഒരു ബഹുഭൂരിപക്ഷം KC ഹി പ്ലേഡ് എ വെരി ബിഗ് റോൾ ഇൻ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോ ഒരു സംഘടന എന്ന് പറയുന്നത് സതീഷിന്റെ കയ്യിലോ അല്ലെങ്കിൽ രമേശിന്റെ കയ്യിലോ ഒന്നും അല്ല. സംഘടന KC വേണുഗോപാലിന്റെ കയ്യിൽ തന്നെയാണ്.
ഉം. എനിക്ക് തോന്നുന്നു അപ്പോ ആ ഒരു ലെവലില് കെ സിക്ക് കിട്ടിയ സപ്പോർട്ട് സംഘടനയിൽ നിന്നൊന്ന് സപ്പോർട്ടാണ്. ഓക്കെ. സതീശന് വേണ്ടി ബാറ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് MLA-മാരെ ഉണ്ടായിരുന്നുള്ളൂ. രമേശിന്റെയും സ്ഥിതി അത് തന്നെയാണ്. പക്ഷേ ഓക്കെ. രമേശിന്റെ ഒരു സീനിയോറിറ്റി ഫാക്ടർ അത്ര വലിയൊരു പുള്ളായിട്ട് എനിക്ക് തോന്നുന്നില്ല കേരളത്തില് കോൺഗ്രസിനും അല്ലെങ്കിൽ സഖ്യകക്ഷികൾക്കും എല്ലാം അതൊരു വലിയൊരു അട്രാക്റ്റീവ് ഫാക്ടർ ഒന്നും അല്ലായിരുന്നു. സതീശന്റെ കേസില് കഴിഞ്ഞ ഒരു 5 വർഷം പുള്ളിക്കാരൻ ഫ്രണ്ടിൽ നിന്ന് ലീഡ് ചെയ്തു. പിന്നെ ഒരു ടീം UDF എന്നൊക്കെ പറഞ്ഞ പുള്ളിയുടെ ഒരു പ്രയോഗങ്ങളും പുള്ളിയുടെ ഒരു സോഷ്യൽ മീഡിയ പ്രസൻസും എല്ലാം വളരെ കൂടുതലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് നിതീഷ് പറഞ്ഞത് ആ ഒരു 2-ാം ദിവസം 3-ാം ദിവസം ഒരു ചെറിയ മാറ്റം, അല്ലെങ്കിൽ സതീശന്റെ എറണാകുളം യാത്രയും സ്വീകരണങ്ങളും അതെല്ലാം വന്നത് എനിക്ക് തോന്നുന്നു when it became clear that KC is entering the fray. കാരണം ഇലക്ഷന് മുമ്പ് പുള്ളി അറ്റ്ലീസ്റ്റ് ഒരു പബ്ലിക് പോസ്റ്ററിംഗ് ഇല്ല, ഞാൻ ഈ റേസിലില്ല, ഞാൻ ACCയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്, ഇംപാർഷ്യൽ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇലക്ഷന്റെ ദിവസം തന്നെ, റിസൾട്ട് വന്ന ദിവസം തന്നെ ഞാനിവിടെ ഹൈക്കമാൻഡില് ഇങ്ങനെ 2-3 കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. ആരായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി, രണ്ടാമത് വിജയ്ക്ക് സപ്പോർട്ട് ചെയ്യൂ. അപ്പൊ അതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദ്യം ചോദിച്ചപ്പോൾ ഏകദേശം എല്ലാ സീനിയർ നേതാക്കളും പറഞ്ഞത് KCക്ക് ആയിരിക്കും ഈ MLA-മാരുടെ പിന്തുണ. ബാക്കി ഇനി ഇറ്റ് ഈസ് അപ് ടു രാഹുൽ ടു ഡിസൈഡ് വെദർ ടു സെൻഡ് ഹിം ടു കേരള ഓർ വെദർ ടു ടെൽ ഹിം ടു കണ്ടിന്യൂ ഇൻ ഡൽഹി. ഈ MLA-മാരുടെ ഒരു ലിസ്റ്റ് കണ്ടിട്ട് എല്ലാരും പറഞ്ഞത് ഇതൊരു KCക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു മെസ്സേജ് പെർക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ KC ഈസ് എൻട്രിങ് ദ ഫ്രേ എന്ന് ക്ലിയർ ആയി കഴിയുമ്പോൾ ബാക്കി അതൊക്കെ പ്ലേ ഔട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. സതീശൻ ക്യാമ്പിന്റെ ഒരു നല്ല രീതിയിൽ അവരത് ഇനിഷ്യലി അറേഞ്ച് ചെയ്തിരുന്നിരിക്കും ഈ സ്വീകരണങ്ങളും ബോർഡുകളും എല്ലാം. പിന്നെ ഈ ഒരു ലോങ് ഡിലേ കഴിഞ്ഞതും ഈ ലോങ് ഡിലേയും കാരണം ഇപ്പൊ കോൺഗ്രസിൽ ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ഒരു 10 ദിവസം എടുക്കുന്ന ഒരു വലിയ ഈ അടുത്ത സമീപകാല ചരിത്രത്തിലില്ല. കാരണം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും എല്ലാം 5 ദിവസത്തിനകത്ത്, കർണാടകയിൽ 5 ദിവസത്തിനകത്ത് എല്ലാം തീരുമാനിച്ചു. BJP ഡൽഹി ഉൾപ്പെടെ, ഉത്തർപ്രദേശ് ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും 10-15 ദിവസമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു പുതിയൊരു സോഷ്യൽ, അത് കഴിഞ്ഞിട്ട് ആരും പിരിഞ്ഞു പോയിട്ടില്ല, ആരും പോയി BJP ജോയിൻ ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പുതുമയുള്ള കാര്യം. കാരണം ഇവിടെ ഒരു തേർഡ് ഫോഴ്സ് അതുപോലെ ഇല്ല എന്നുള്ളതിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ ജ്യോതിരാദിത്യ സിന്ധ്യക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റാത്തപ്പോ പുള്ളി BJP ജോയിൻ ചെയ്തു. സച്ചിൻ പൈലറ്റ് ഒരു വലിയ റിബലിയൻ നടത്തി, സക്സസ്ഫുൾ ആയില്ല. അപ്പൊ അങ്ങനെ നോക്കിയാല് ഇത് ആക്ച്വലി ഇതിനകത്ത് ഏറ്റവും ഡിസിസീവ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ പലരും പറയുന്ന പോലെ മുസ്ലിം ലീഗിന്റെ ഒരു ഒപ്പീനിയൻ തന്നെ. അതെ, അതൊരു വലിയ ഫാക്ടർ ആയിരുന്നു എന്നാണ് ഇവിടെ നിന്ന് എനിക്ക് അറിയാൻ കഴിയുന്നത്. കാരണം മലബാർ മേഖല, പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ MP ആണ്, രാഹുൽ MP ആയിരുന്നു. അപ്പോ മലപ്പുറത്തും കോഴിക്കോട്ടും എല്ലാം the way the UDF swept മുഴുവൻ സീറ്റുകളും, അല്ലെങ്കിൽ മുഴുവൻ ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളും. അപ്പോ അതൊരു ഫാക്ടർ ആയിരുന്നു ഹൈക്കമാൻഡ് റീഡ് ചെയ്യുന്നത്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 കാര്യങ്ങൾ കോൺഗ്രസിന്റെ ഒരു സംഘടനാ രീതിക്ക് പുറത്തായിരുന്നു ഇത്തവണ സംഭവിച്ചത്. ഒന്ന്, കോൺഗ്രസിന്റെ ഒരു CLP ലീഡറെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു അലൈയുടെ എന്താണ്, അതൊരു പ്രഷർ ടാക്ടിക്സ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ അവരുടെ ഒരു ഡിസൈസീവ് സേ ഉണ്ടാവുക, ഇത് അടുത്ത കാലത്തൊന്നും വേറെ സംസ്ഥാനങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. 2, ഈ ഒരു പബ്ലിക് മൂഡ് ഇതിനെ ഫാക്ടർ ഇൻ ചെയ്യുക. 3, CLPയിലെ ഭൂരിപക്ഷവും ഇതിനുപരി ഒരു തീരുമാനം എടുക്കുക. അപ്പൊ ഇതെല്ലാം ഒരു സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മുസ്ലിം ലീഗിന്റെ ഈ ഒരു എടുത്ത ലൈൻ അത് വളരെ ഡിസൈസീവ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാമത് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഗാന്ധി ഫാമിലിയുടെ ഒരു ഇമേജ് വാസ് ഓൾസോ അറ്റ് സ്റ്റേക്ക്. കാരണം ഇതിപ്പോ KC വേണുഗോപാലിനെ അയക്കുകയാണെങ്കിൽ എവിടെ അഭിനവ് മാർമാർ, രാഹുലിന്റെ ഒരു മാൻ ഫ്രൈഡേ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ഷാഡോ ആയിട്ട് നടക്കുന്ന വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കി. ജനവികാരം വേറൊരു വശത്തായിരുന്നു, അതിനെതിരായിരുന്നു. അപ്പൊ പുള്ളിയുടെ ഒരു ഇംപാർഷ്യൽ ആർബിറ്റർ എന്ന് പറഞ്ഞൊരു ഗാന്ധി ഫാമിലിക്ക് ഒരു ഇമേജ് ഉണ്ടല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലും കഴിഞ്ഞു. അതെ, ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു ഹൈ പെഡസ്റ്റലിലാണല്ലോ.
അതെ. 50 വർഷമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ഒരു 2 3 വലിയ നേതാക്കന്മാർ കാണും. അവര് അതെ. മുഖ്യമന്ത്രി അതെ. അതെ. സ്ഥാനത്തിന് വേണ്ടി വടംവലി നടത്തും. എന്നിട്ട് അവർ ഡൽഹിയിലോട്ട് എനിക്ക് വരും. ഒരു ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യം, ഈ മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് സതീഷിന് വേണ്ടി ബാറ്റ് ചെയ്യുന്നത്? കാരണം അവരെ സംബന്ധിച്ച് ബി ഡി സതീഷിനെ കണ്ടേക്കാൾ കൂടുതൽ അവരെ അടുപ്പവും പരിചയവും എല്ലാം കെ സി വേണുഗോപാലായിട്ടുണ്ട്. കെ സി വേണുഗോപാൽ മുസ്ലിം ലീഗുമായിട്ട് വളരെ നല്ല ബന്ധം, എത്രയോ കാലമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഈ പറയുന്ന മലബാറിൽ നിന്നാണ് കെ സി വേണു വരുന്നതും കണ്ണൂരിൽ നിന്നാണ് അപ്പൊ ഇതൊരു ഒരു ഫ്ലിപ്പ് ഉണ്ടാക്കുന്നു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരാളെ പ്രിഫർ ചെയ്യുന്നതിനുള്ള ഒരു കാരണം ഈ പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ളതിൽ അപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, എനിക്കൊന്ന് ഈ RSS, SDPI ഇങ്ങനെയുള്ള സംഘടനകൾക്ക് ആ ഒരു പൊസിഷൻ സതീശൻ എടുക്കുന്ന വളരെ ഒരു ക്ലിയർ കട്ട് ഓക്കെ. ആയിട്ടുള്ള പൊസിഷൻ. NSS അല്ലെങ്കിൽ SNDP ഇവരൊന്നും രാഷ്ട്രീയത്തിൽ ഇടപെടണ്ട, പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടണ്ട, ഈവൻ ഫോർ ദാറ്റ് മാറ്റർ ചർച്ച് സഭാധ്യക്ഷന്മാര് അവരുടെ എന്താണ് റിലീജിയന്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്ന ഒരു ക്ലിയർ കട്ട് പൊസിഷൻ എടുക്കുന്നത് മുസ്ലിം ലീഗിനും ആ ഒരു പബ്ലിക് ഇമേജ് അല്ലെങ്കിൽ ഒരു പബ്ലിക് മൂഡ് ഫാക്ടറിൻ ചെയ്യുന്ന ഒരു പാർട്ടി ആയിരിക്കുമല്ലോ. കാരണം ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു പാർട്ടി, വിയേഴ്സ് ടു ദ ഗ്രൗണ്ട്. അപ്പോ ഈ കുറച്ച് പുള്ളിയുടെ ഒരു അതിപ്പോ പുള്ളി മനഃപൂർവ്വം ഇങ്ങനെ ഒരു ലൈൻ എടുക്കുന്നതാണോ കൈയടി കിട്ടാൻ, അതെല്ലാം വേറെ, അതിന്റെ ഒരു മെറിറ്റും എല്ലാം വേറെ. പക്ഷെ ഈ ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ച് എളുപ്പമുള്ള ഒരു ലൈനും കൂടിയാണ്. എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇനി ഭരണപക്ഷത്ത് വരുമ്പോൾ അതെ ഭരണപക്ഷത്ത് വരുമ്പോൾ പുള്ളിയുടെ അടുത്ത എഡ്യൂക്കേഷൻ മിനിസ്ട്രി ആർക്ക് കൊടുക്കും? ചർച്ചിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുടെ ഒരു സമാഹാരമാണ് വി ഡി സതീഷിന്റെ അടുത്ത പുസ്തകം, ഇപ്പൊ അടുത്ത് ഇറങ്ങാൻ പോകുന്നത്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ ഭരിക്കുന്ന വി ഡി സതീഷൻ എങ്ങനെയാവുന്നുള്ളത്. ദിസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്കൊരു തോന്നിയിട്ടുള്ളത്, ഈ കെ സി വേണുഗോപാൽ ഈ ഒരു മിക്സഡ് സിഗ്നൽ കൊടുക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷന് തൊട്ട് മുന്നേ വരെ എന്നെ സെയിം കാൻഡിഡേറ്റ് ആക്കണ്ട, എന്നെ സെയിം കാൻഡിഡേറ്റ് റേസിൽ നിന്ന് നിങ്ങൾ മാറ്റി നിർത്തിക്കോളൂ, ഞാൻ ഇവിടേക്ക് പക്ഷെ എന്നാൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ പ്രൊട്ടസ്റ്റ് ചെയ്യും. ഞാൻ എന്തോ ഹെലികോപ്റ്ററിൽ നിന്ന് പറന്നു വന്ന ആളാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു ഇമേജ് ഉണ്ടാക്കുന്നത് ശരിയല്ല, ഞാൻ ഇവിടുത്തുകാരനാണ്, ഞാൻ കേരളം വിട്ടു അല്ല, അത് ശരിയാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും KSU പ്രസിഡന്റും എല്ലാമായി ഇത്രയും തവണ കേരളത്തിൽ നിന്ന് MP ആയി. പുള്ളി ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാലമായിട്ടില്ല. അതെ, അത് പുള്ളി അത് ഭയങ്കര പേഴ്സണൽ ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഈ മാതൃഭൂമിയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമ്പോൾ ഏഷ്യാനെറ്റിലെ നിഷാന്ത് പുള്ളിയായിട്ട് ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പുള്ളിയോട് നിങ്ങൾ കേരളം വിട്ടാന്ന് ചോദിച്ചു. അപ്പൊ അത് പുള്ളി ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് മറുപടി പറഞ്ഞത്. അതായത് പുള്ളിക്ക് ആ ഒരു ഇമേജ് തരുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ എന്നാലും അതേസമയം ഇദ്ദേഹം തന്നെ ഇന്റർവ്യൂസ് അറേഞ്ച് ചെയ്യും, ഇദ്ദേഹം തന്നെ ഒരുപാട് ഇന്റർവ്യൂ കൊടുക്കുകയും ആ ഇന്റർവ്യൂലെല്ലാം ഞാൻ സെയിം കാൻഡിഡേറ്റ് ആവാനില്ല എന്നുള്ള നിലപാട് പറയുകയും ചെയ്യും. അപ്പൊ ഈ മിക്സഡ് സിഗ്നൽ ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ആയിട്ട് ഇൻ ഹൈൻഡ്സൈറ്റ് തോന്നുന്നുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നില്ല അതൊരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ആയിരുന്നു എന്ന്. സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ ഒരു സിഗ്നൽ എങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതായിരിക്കും ഒരു ചെറിയ മിസ്റ്റേക്ക്. കാരണം പുള്ളി ഉദ്ദേശിച്ചത് ഒരു 10 വർഷത്തിന് ശേഷം 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം എങ്ങനെയെങ്കിലും അധികാരം പിടിക്കണം. സാധാരണ കോൺഗ്രസിൽ സംഭവിച്ചിരുന്നത് പോലെ സീറ്റിന് വേണ്ടി ഒരു ടസിൽ, സീറ്റ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി അലയൻസുമായിട്ട് ഒരു അടി. അപ്പൊ ഇത്തവണ ഭയങ്കര സ്മൂത്ത് ആയിരുന്നല്ലോ കാര്യങ്ങൾ ഫ്രം എ UDF പോയിന്റ് ഓഫ് വ്യൂ, ബോത്ത് ഇൻ ടേംസ് ഓഫ് കാൻഡിഡേറ്റ് സെലക്ഷൻ ആൻഡ് ഇൻ ടേംസ് ഓഫ് സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോ അതൊക്കെയായിരുന്നു എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു കാൽക്കുലേഷൻ. ഇപ്പൊ ഇപ്പോഴേ സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ഇതുപോലെ ഇവിടെ ഒരു പ്രാദേശിക നേതൃത്വമുണ്ട്, ഒരു കേരളത്തിലെ ലോക്കൽ നേതൃത്വമുണ്ട്, അവർ ഇലക്ഷൻ നടക്കുന്നു, ഞാൻ ഹൈക്കമാൻഡിനെ സപ്പോർട്ട് ചെയ്തു, നമ്മളെല്ലാം ഒന്നിച്ചാണ് നിൽക്കുന്നത്, ഈ കോൺഗ്രസ് ഒന്നിച്ചാണ്, UDF ഒന്നിച്ചാണ്. അപ്പൊ ഈ ഒരു സിഗ്നലുകളൊക്കെ ഏകദേശം എല്ലാ നേതാക്കന്മാരും വളരെ കൃത്യമായി ഇലക്ഷന് മുമ്പ് കൊടുത്തിരുന്നു. അതായത് ഇത്തവണ കോൺഗ്രസിന് ഒരു ജീവൻ മരണ പോരാട്ടമാണ്, യാതൊരു ഗ്രൂപ്പുമില്ല, വഴക്കുമില്ല, പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് ഇറക്കിയേ പറ്റൂ എന്നുള്ളൊരു സിഗ്നൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കും പുള്ളി കൊടുത്തത്. പക്ഷെ അത് ജനങ്ങൾ എങ്ങനെ റീഡ് ചെയ്തു എന്നുള്ളത് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കയ്യിലായിരുന്നില്ല. ജനങ്ങൾ റീഡ് ചെയ്തത് KC ഹൈക്കമാൻഡിന്റെ ഭാഗമാണ്, ഇവിടെ സതീശനാണ് ഒരു ഫേസ് ഓഫ് ദി ക്യാമ്പയിൻ. അപ്പോ അതായിരിക്കും ജനങ്ങൾ റീഡ് ചെയ്തത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ സതീശന് മാത്രമോ അല്ലെങ്കിൽ അങ്ങനെ കാണാനും പറ്റില്ല. ഇലക്ഷന് ശേഷം ദ കൈൻഡ് ഓഫ് മൂഡ് വിച്ച് ടേൺഡ്, അതൊരു വശം. പക്ഷെ ഈ ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലിയർലി ഒരു ആന്റി ഗവൺമെന്റ് അല്ലെങ്കിൽ ആന്റി പിണറായി മാൻഡേറ്റ് തന്നെയായിരുന്നു.
എനിക്ക് ആ ആന്റി പിണറായി ആന്റി ഇൻകംബൻസി സാധനത്തിന്റെ ഫേസ് ആയിട്ട് സതീശൻ 5 കൊല്ലം അതെ നിന്നുകൊണ്ടായിരിക്കും അതെ, ഇത്രയും ഹി വാസ് വലിയൊരു ദ ഫേസ്. അതെ ജനപിന്തുണ. അതെ. ഇവരെല്ലാം പലരും ഈ പറയുന്ന ഡൽഹിയിലോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല കുറച്ച് ഒരു ഷാഡോയിൽ നിന്ന് ലാസ്റ്റ് ഇറങ്ങി പുറപ്പെടാന്നുള്ള ആ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു സേവിയർ ആയിട്ട് ഇറങ്ങി പുറപ്പെടാന്ന് ചിലപ്പം വിചാരിച്ചാണ്. അത് പക്ഷെ അതെ അതെ ക്ലിയർലി അതെ എന്താണ് ഇതില് നമ്മള് ചർച്ച ചെയ്യാത്തൊരു പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കെ സി വേണുഗോപാൽ ഇങ്ങനെ കേരള മുഖ്യമന്ത്രി ആവണമെന്ന് പറയുകയും അതിനുവേണ്ടി ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി ഇടപെടുകയും ചെയ്യുന്ന സമയത്ത് ഈ കോൺഗ്രസിന്റെ ഒരു ലാർജർ നാഷണൽ അംബീഷൻ എന്താണെന്നുള്ളത്, അതായത് 2009 ഇവിടുന്ന് ലോക്സഭയിൽ പോയതിനു ശേഷം പിന്നെ കെ സി വേണുഗോപാൽ നാഷണൽ ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ മാൻ ഫ്രൈഡേ ആയിട്ട് അറിയപ്പെടുന്നു. കേരള ദേശീയ തലത്തിൽ കോൺഗ്രസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാള് ഇനി ഒരു അടുത്ത യൂണിയൻ ഇലക്ഷൻ കാത്തു നിൽക്കാതെ അതിനുവേണ്ടി അതിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാനോ അതിലൊരു മന്ത്രിയാവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു മനുഷ്യൻ അത് ഒഴിവാക്കി കേരളത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അടുത്ത ഇലക്ഷനെ പറ്റിയിട്ടുള്ള ഇവരുടെ ഒരു ധാരണ എന്താണെന്നുള്ളത് ജനം ചിന്തിച്ചു പോവില്ലേ? അല്ലെ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു അത് ഓൾറെഡി ആ 2000 ഇപ്പൊ ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ ഇവർ ഒഴിവാക്കുകയാണെന്ന് അത് ഓൾമോസ്റ്റ് ഡിഫീറ്റ് പ്രഖ്യാപിക്കാതെ വരാൻ അല്ല, സാധ്യതയില്ലാന്ന് കണ്ടിട്ട് തിരിച്ചു വരുന്നതല്ലേ? കെ സിക്ക് ഇവിടെയും ഡൽഹിയിലും ചില്ലറ ആ, പ്രശ്നങ്ങളൊന്നുമല്ല പാർട്ടിക്കകത്ത്. ഒരു ഒരു ഉം. വലിയ വിഭാഗം നേതാക്കന്മാർ ഈ കോൺഗ്രസിന്റെ ഈ റിപ്പീറ്റഡ് ഡിഫീറ്റ്സ് ഇൻ എലക്ഷൻസ്, അത് സ്റ്റേറ്റിലായാലും ലോക്സഭയിലായാലും, അതിന്റെ ഉം. ഒരു ബ്ലെയിം കെ സിയിലോട്ടും വെക്കുന്നുണ്ട്. പുള്ളിക്ക് ഓക്കെ. നോർത്ത് ഇന്ത്യയിൽ പൊളിറ്റിക്സ് അറിയില്ല, ആഹ് ഹിന്ദി ഫ്ലുവന്റ് അല്ല, എല്ലായിടത്തും എല്ലാ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളും ട്രാവൽ ചെയ്ത് അങ്ങനെ ഒരു പാർട്ടിയെ ഒന്ന് എനർജൈസ് ചെയ്യുന്നില്ല. ഇൻ ഹിസ് കപ്പാസിറ്റി ആസ് എ ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ രാഹുലിനെ ഓക്കെ. എല്ലാവരിൽ നിന്ന് ഷീൽഡ് ചെയ്ത് നിർത്തുന്നു. ഇപ്പൊ ഈ അങ്ങനെ ഇവിടെയും ഒരു വലിയ വിഭാഗം സീനിയർ നേതാക്കന്മാർ, സീനിയർ അതിപ്പോ ഏത് പ്രായത്തിലായാലും അങ്ങനെ അത്ര വലിയ കംഫർട്ടബിൾ അല്ല കെ സി. ഒരു തമാശ രൂപേണ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പുള്ളി മുഖ്യമന്ത്രി ആയിട്ട് നല്ലതാണെന്നാണ്. പുള്ളി കേരളത്തിലോട്ട് പോകട്ടെ. ഉം. ആ, ആ, ഉം. ഇവിടെ കോൺഗ്രസിന്റെ വേറെയും നേതാക്കന്മാരുണ്ടല്ലോ ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ ഒക്കെ ആയിട്ട്. അപ്പോ അതെ. ഈ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോ കെ സിയെ സംബന്ധിച്ചിടത്തോളം 2029 കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയ വലിയ ചലഞ്ച് തന്നെയാണ്. ആഹ് അതെ. എനിക്ക് തോന്നുന്നില്ല ആസ് വി ടോക്ക് അല്ലെങ്കിൽ ഈ സമയത്ത് ഒരു ഇലക്ഷൻ നടത്തിയാൽ ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ ഓക്കെ. ടാലിയേക്കാളും കൂടി വരും എന്ന് ഒരു ഒരു കോൺഗ്രസ്സുകാരനും വിശ്വസിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഓക്കെ. എല്ലാവരുടെയും പിന്നെ പേഴ്സണൽ അംബീഷൻസും ഉണ്ടല്ലോ. കെ സി വേണുഗോപാല് മുഖ്യമന്ത്രി ആകണം എന്ന് ഈ ഇലക്ഷന് അടുത്തല്ല നമ്മൾ കേട്ടു തുടങ്ങിയത്. ഒരുപാട് കാലം കൊണ്ട് ഓക്കെ. കെ സിക്ക് അങ്ങനെ ഒരു അംബീഷൻ ഉണ്ട് എന്ന് ഓക്കെ. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതൊരു തെറ്റായ കാര്യമല്ല. അതെ. അതെ. രാഷ്ട്രീയത്തില് സ്വാഭാവികം. അതെ. കോർപ്പറേറ്റിലായാലും അല്ലെങ്കിൽ എല്ലാ ഫീൽഡിലായാലും അതെ. ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ഹൈക്ക് അല്ലെങ്കിൽ ഒരു അതെ. ഡെസിഗ്നേഷൻ ചേഞ്ച് ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിൽ ഇപ്പൊ തെറ്റൊന്നുമില്ല. ഇന്നലെ ഇന്നലെ പുള്ളി ഇവിടെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയ സമയത്ത് പത്രപ്രവർത്തകർ കണ്ടപ്പോ പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കര രസമായിട്ട്. അതായത് കുറെ പിച്ച് ചീന്തിയല്ലോ നിങ്ങൾ, ഇനിയും എന്നെ വെറുതെ വിട്ടൂടെ എന്നുള്ളതാണ്. അത് ഒരു ദയനീയമായിട്ടുള്ള, അത് ഒരു തരത്തിൽ ആലോചിച്ച് ശരിയാണ് അല്ലെ? അതായത് പബ്ലിക് ഇമേജ് ഹി ലോസ് ദിസ് ഇലക്ഷൻ അല്ല, എനിക്ക് ഈ തോന്നുന്നത്. അതായത് 10 പ്രോബബ്ലി ദിവസത്തില് പിണറായി ഈ 10 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും സംഭവിച്ചിരിക്കുന്ന മോശം. ഒന്ന്, സതീശന്റെ ഉം. ഇമേജ് ഉം. ഒന്നുകൂടെ കൂടി ഈ ഒരു അതെ. 10 ദിവസം കൊണ്ട്. കെ അതെ. സിയുടെയും രമേശിന്റെയും ഒക്കെ ഇമേജിന് പറ്റിയ ഒരു ഹിറ്റ് വളരെ വലുതാണ്. ഇപ്പൊ കെ സി അതെ. എന്ന് പറയുമ്പോൾ പുള്ളി എല്ലാ കാലത്തും ഇപ്പൊ കമൽനാഥ് ഫോർ എക്സാമ്പിൾ, സ്പോക്ക് അബൌട്ട് കമൽനാഥ് ഏളിയർ. കമൽനാഥ് മുഖ്യ മധ്യപ്രദേശ് രാഷ്ട്രീയത്തിൽ ഒട്ടും തന്നെ സജീവമല്ലായിരുന്നു. അദ്ദേഹം ഒരു ഓക്കെ. 10-11 തവണ ചിന്ദ്വാരയിൽ നിന്ന് മധ്യപ്രദേശ് തന്നെയാണ് ജയിച്ച് ലോക്സഭ എം പി ആയെങ്കിലും പുള്ളിയുടെ പ്രവർത്തന മേഖല കംപ്ലീറ്റ് ആയിട്ട് ഡൽഹി ആയിരുന്നു. പുള്ളി മധ്യപ്രദേശ് രാഷ്ട്രീയത്തിൽ പുള്ളിക്ക് പ്രത്യേകിച്ച് യാതൊരു റോളും തന്നെ ഇല്ലായിരുന്നു. ഇപ്പൊ അർജുൻ സിംഗിന്റെ സമയത്തും ദിഗ്വിജയ് സിംഗിന്റെ സമയത്തും എല്ലാം പുള്ളിയുടെ പ്രവർത്തന മേഖല ഡൽഹി തന്നെയായിരുന്നു. ഇപ്പൊ ആനന്ദ് ശർമ്മ വളരെ ഒരു സീനിയർ നേതാവാണ്, G23 എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിന്റെ ഒരു ആളും ഓക്കെ. കൂടെയാണ്. പുള്ളിയുടെ എല്ലാ കാലത്തും രാഷ്ട്രീയം ഡൽഹിയിലായിരുന്നു. ഹിമാചൽ പ്രദേശില് പുള്ളിയുടെ രാഷ്ട്രീയം ഒട്ടും തന്നെ ഇല്ല. അപ്പൊ ഇങ്ങനൊക്കെ ഒരുപാട് ദേശീയ നേതാക്കളുണ്ട്, അവരുടെ പ്രവർത്തന മേഖല ഡൽഹി തന്നെയാണ്.
ഏതെങ്കിലും ഒരു സ്റ്റേറ്റുമായിട്ട് അസോസിയേറ്റ് ഉണ്ടെങ്കിലും ലോക്സഭയിലോ രാജ്യസഭയിലോ അവർ ആ സ്റ്റേറ്റിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും അവരുടെ പ്രവർത്തന മേഖല എല്ലാ കാലത്തും ഡൽഹി തന്നെയായിരുന്നു. പക്ഷെ കെ സി അതുപോലെയല്ല. കെ സി നാട്ടില് മന്ത്രിയായിരുന്നു, കേരളത്തിലെ മന്ത്രിയായിരുന്നു, യൂത്ത് കോൺഗ്രസും NSUയുടെ ഒക്കെ നേതാവായിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു. വളരെ നല്ല നിലയിൽ കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചു വളർന്ന ഒരു നേതാവാണ്. പുള്ളി ലോക്സഭ MP ആയിരുന്നു. പുള്ളി ഒരു 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 6-7 വർഷം മുമ്പാണ് AICC ജനറൽ സെക്രട്ടറി ആയതും ഡൽഹിയിലോട്ട് ആ പ്രവർത്തനം മാറ്റിയത്. ഓർഗനൈസേഷനിൽ അതിനു മുമ്പ് പുള്ളി ജനറൽ സെക്രട്ടറി ആയിരുന്നു, കർണാടക ഇൻചാർജ് ആയിരുന്നു. അപ്പൊ KC വേണുഗോപാൽ ഒരു ഇമ്പോർട്ട് ചെയ്തൊരു നേതാവാണ് എന്ന രീതിയിൽ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഹി വിൽ ബി സാഡ് ബിക്കോസ് ദാറ്റ്സ് നോട്ട് റിയലി ദ ട്രൂത്ത്. ഇത് ഇനി ഒരു എനിക്ക് തോന്നുന്നു പിണറായി വിജയനേക്കാളും ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോ KC വേണുഗോപാലിന്റെ രമേശ് ചെന്നിത്തല ഈ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്. നമ്മുടെ വർഷങ്ങളായിട്ട് കേരളത്തിൽ തന്നെ ബേസ് ചെയ്ത് ഡൽഹിക്ക് പോവാതെ ഇവിടെ തന്നെ ബേസ് ചെയ്ത് മുഖ്യമന്ത്രി ആവാൻ വേണ്ടി വർക്ക് ചെയ്തു. പക്ഷെ അവസാനം അദ്ദേഹത്തിന് പറ്റി. ഇനിയിപ്പോ അദ്ദേഹത്തിന് പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ റിട്ടയർമെന്റ് ഏജിലേക്ക് പോകും. അല്ലെങ്കിൽ പുള്ളി കഴിഞ്ഞ തവണ AICC ജനറൽ സെക്രട്ടറി ആവാത്തതിലും പുള്ളിക്ക് വളരെ അമർഷമുണ്ട്. കാരണം രമേശ് ചെന്നിത്തല ഇതിനൊരു റീകോഴ്സ് എന്തായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഇപ്പൊ ഓൾറെഡി KC വേണുഗോപാലിന്റെ വീട്ടിലേക്ക് നേതാക്കൾ എത്തുന്നു, അവിടെ ആൾക്കാർ സംസാരിക്കാൻ വരുന്നു. പലരും ഈ പറയുന്ന ഒരു KPCC ഒരു അഴിച്ചുപണി, കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനത്തിൽ അഴിച്ചുപണി. പക്ഷെ അതുകൊണ്ട് KC പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ഇനി എന്തായിരിക്കും ഇവരുടെ ഒരു ഷോർട്ട് ടേം സണ്ണി ജോസഫ് മന്ത്രിയാകും, സർക്കാരിന്റെ ഭാഗമാകും എന്നുള്ളതിലൊന്നും യാതൊരു തർക്കമില്ല. അപ്പൊ KPCC ഒരു അഴിച്ചുപണി എന്തായാലും ഉണ്ടാവും. അതില് ഷോർട്ട് ടേം വാട്ട് ദ KC ക്യാമ്പ് വുഡ് ബി തിങ്കിങ് ഈസ് ദാറ്റ് KPCC പിന്നെയും പുള്ളിയുടെ ക്യാമ്പിലുള്ള KC പക്ഷം എന്നൊന്നും ഇല്ല എന്ന് പുള്ളി പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ക്യാമ്പിലുള്ള ആരെങ്കിലും KPCC പ്രസിഡന്റ് ആക്കുകയും വർക്കിംഗ് പ്രസിഡന്റുമാരാക്കുകയും ഇപ്പോഴത്തെ ഈ മന്ത്രിസഭയില് അദ്ദേഹത്തിന്റെ ലോയലിസ്റ്റ് ആയിട്ടുള്ള MLA-മാർക്ക് എത്രത്തോളം റെപ്രസെന്റേഷൻ കിട്ടാൻ പറ്റും അത്രത്തോളം ശ്രമിക്കുക ഇൻ ദ ഷോർട്ട് ടേം. ലോങ് ടേം ഒരു കോൺഗ്രസ് സർക്കാരുകളും ഈ സമീപകാല ചരിത്രത്തിൽ കേരളത്തില് ഒരു ടർബുലൻസ് ഇല്ലാതെ പോയിട്ടില്ല. ഉമ്മൻചാണ്ടി ഭരിച്ചാലും AK ആന്റണി ഭരിച്ചാലും K കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴെല്ലാം കോൺഗ്രസിന്റെ ഭരണം ഒരു 5 വർഷം വളരെ ടർബുലന്റ് ആയിരിക്കും. ഇപ്പൊ തന്നെ ഡൽഹിയിലെ പത്രപ്രവർത്തകരുടെ ഇടയില് ഒരു സംസാരം എന്ന് പറഞ്ഞാൽ ഇനി ഡൽഹിയിലെ പത്രപ്രവർത്തനം ഒന്ന് ആക്റ്റീവ് ആകും. കാരണം 10 വർഷം CPM വളരെ വീക്കായി. CPM-ന്റെ സെന്റർ എന്ന് പറയുന്നത് കേരളത്തിലോട്ട് മാറി. എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഇങ്ങോട്ട് ഓടി വരിക അങ്ങനത്തെ ഒരു രീതിയില്ല. വല്ല പോളിറ്റ് ബ്യൂറോ മീറ്റിംഗും സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗിനും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കാണാനും പിണറായി വിജയൻ വല്ലപ്പോഴും ഡൽഹിയിലോട്ട് വരിക എന്നൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയം അങ്ങനെയല്ല. ഇനിയിപ്പോ ഹൈക്കമാൻഡുമായിട്ട് മീറ്റിങ്ങുകളും വിളികളും അവിടെ ഉണ്ടാകുന്ന പൊട്ടിത്തെറികളുടെ പ്രശ്നങ്ങളും എല്ലാം ഡൽഹിയിലോട്ട് എത്തും. അപ്പോ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ടർബുലന്റ് ഫ്രീ ആവും എന്ന് ഒരു വിശ്വാസം ആർക്കും ഇല്ല. ഈ ഒരു ഹണിമൂൺ പീരീഡ് എല്ലാം ഇപ്പൊ കഴിയും, ഈ പുതുമോടി എല്ലാം കഴിയും. അതിനുശേഷം ഇറ്റ് വിൽ ബി ടർബുലന്റ്. എന്റെ ഒരു റീഡിങ് അങ്ങനെയാണ്. ഇറ്റ് വിൽ ബി ടർബുലന്റ്. ഒരു പഴയ ഒരു AI ഗ്രൂപ്പുകൾ ഇല്ലെങ്കിലും ഒരു ഫാക്ഷണൽ സിറ്റുവേഷനിലോട്ട് തന്നെയാണ് കോൺഗ്രസ് പോകുന്നത്. കാരണം ഇതൊരു ബിറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ എല്ലാവർക്കും. ഒരു ബിറ്റർനെസ് ഉണ്ടായിരുന്നു ഈ ഒരു ടസിലിന്റെ എൻഡിൽ. അപ്പോ എന്തായാലും ഓഫ്കോഴ്സ് ഒരാൾക്കേ മുഖ്യമന്ത്രിയാൻ പറ്റും, ബാക്കി രണ്ടുപേർക്കും ഒരു കൺസോളൻസ് പോലെ എന്തെങ്കിലും കിട്ടത്തുപോലും ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്ന ആ ഒരു ബിറ്റർനെസ് ഇതിൽ കൂടുതലായിരുന്നു ഇത്തവണ. അതൊരു ഇനിയൊരു ഫാക്ഷണൽ ഫൈറ്റിലോട്ട് മാറാനായിരിക്കും ചാൻസ്. Thanks a lot, Manoj sir. This is very interesting.